നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും ചില സമയത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്തോ ഒന്ന് നമ്മെ പിന്നോട്ട് വലിക്കുന്നതായി തോന്നും. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ പാതി വഴിയിൽ മുടങ്ങുന്നു. ആ ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് ആരാണ്? അത് ഒരു വ്യക്തിയാണോ അതോ ഒരു ശക്തിയാണോ? ഇന്നത്തെ ഈ അധ്യായത്തിൽ ആ തടസ്സങ്ങളെക്കുറിച്ചും നിങ്ങളെ തടയാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇതൊരു പൊതുവായ മെസ്സേജാണ്. ഇക്കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് ഓർക്കുക. പക്ഷേ ആ വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ചിന്തിക്കരുത്. ഈ പറയുന്ന കാര്യങ്ങളുമായി നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തികളെ നിങ്ങൾ ഉൾക്കൊള്ളുക. ആദ്യമായി നമുക്ക് നോക്കാം, ആരാണ് നിങ്ങളുടെ വിജയത്തെ തടയുന്നത്? ഈ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവർ സാമ്പത്തികമായി വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു കരിയറിൽ നല്ല നിലയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അവർക്ക് സമൂഹത്തിൽ നല്ല പദവി ഉണ്ടാകാം, അല്ലെങ്കിൽ സ്വന്തം കർമ്മമേഖലയിൽ അവർ വലിയ വിജയങ്ങൾ കൈവരിച്ചവരാകാം. പക്ഷേ നിങ്ങളെക്കാൾ സീനിയറായ അല്ലെങ്കിൽ അധികാരമുള്ള ഒരാളായിരിക്കാം. അവർ പുറമേ നോക്കുമ്പോൾ വളരെ ഉത്തരവാദിത്തമുള്ള, പ്രായോഗികമായി ചിന്തിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ബോസാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറാവാം. അവരുടെ പ്രത്യേകത ഇതാണ്: അവർ വിചാരിക്കുന്നത് തങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത് എന്നാണ്. അവർ അവരെ തന്നെ ഒരു ഹൈ ക്ലാസ് വ്യക്തിയായി സ്വയം കാണുന്നവരാണ്. ഇവർ തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും തങ്ങളുടെ കയ്യിലാണ് കൺട്രോളെന്നും അവർ വിശ്വസിക്കുന്നു. ഈ വ്യക്തിക്ക് നിങ്ങളിലുള്ളത് ഒരുതരം കർമ്മപരമായ ബന്ധമാണ്. നിങ്ങളുടെ ഉയർന്ന പവറിനെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാം. നിങ്ങൾ വളരെ കഴിവുള്ളവരാണെന്നും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അവർക്കത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്നു. നിങ്ങൾ അവർക്ക് മുകളിൽ എത്തുമോ എന്നുള്ള ഭയം അവരിൽ നിത്യേന വളരുന്നു. നിങ്ങളുടെ വളർച്ച അവരുടെ നിലനിൽപ്പിനൊരു ഭീഷണിയാകുമോ അവർ എന്ന് എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിജയത്തെ തടയാൻ അവർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, പ്രായത്തിൽ മൂത്തവരാണെങ്കിലും പലപ്പോഴും അവർ വളരെ പക്വതയില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനു മുൻപേ എടുത്തുചാടി എന്തെങ്കിലും ചെയ്യാൻ അവർ ശ്രമിക്കും. നിങ്ങളുടെ ഐഡിയകളെ അവർ എപ്പോഴും തള്ളിക്കളയാനാണ് ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം വളരെ ലളിതമായി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നിടത്ത് ഇവർ അത് വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നു. മറ്റുള്ളവരോട് പറഞ്ഞൊരു പ്രശ്നം വലുതാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. നിങ്ങളെ പേടിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുക എന്നത് ഇവരുടെ പ്രധാന ലക്ഷ്യം. നിങ്ങളുടെ മുന്നേറ്റം കണ്ട് ഇവർക്ക് ഭയമാണ്. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇവർ കോപ്പി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ഇൻസെക്യൂരിറ്റികളാണ് പ്രധാന കാരണം. ചില കാര്യങ്ങളിൽ അവർക്ക് വലിയ പേടിയുണ്ട്. തങ്ങളുടെ അതോറിറ്റി നഷ്ടപ്പെടുമോ, തങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വരുമോ എന്ന പേടി അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. സത്യം എന്താണെന്ന് അവർക്കറിയാം, പക്ഷേ അതവർ അംഗീകരിക്കില്ല. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം, അവരുടെ വിജയത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകൾ നമുക്കിടയിൽ ധാരാളമുണ്ട്. ഇത്തരം ആളുകൾക്കിടയിൽപ്പെട്ട് ജീവിതം ഒന്നുമല്ലാതെ ആയിത്തീരുന്ന ധാരാളം ആളുകളെ നമുക്കറിയാം. ഇവരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിച്ചത് കൊണ്ടല്ല ഇത്തരത്തിൽ ഇവർ മറ്റുള്ളവരെ വേട്ടയാടുന്നത്. ഇവരെക്കാൾ കൂടുതൽ കഴിവ് മറ്റുള്ളവർക്കുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. ഏത് കാര്യത്തിലും നമ്പർ 1 നിൽക്കുന്ന ആളുകളെ തകർക്കുവാൻ വേണ്ടി ഇത്തരം ആളുകൾ, അതായത് നാം നേരത്തെ പറഞ്ഞതുപോലെ, തങ്ങളാണ് ഈ ലോകത്തെ എല്ലാം, തങ്ങൾക്കെല്ലാം അറിയാം, നമുക്കറിയാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല എന്നുള്ള ചിന്താഗതിയിൽ നടക്കുന്ന ആളുകൾ. എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും അതിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകൾ. നാം നമ്മുടെ സ്വന്തം ഭവനത്തിൽ എത്ര നല്ല കാര്യം ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ. എന്നും ഇവരുടെ വാക്കുകൾ കുത്തുവാക്കുകളായിരിക്കും. ഒരു നല്ല വാക്ക് ഇവരിൽ നിന്ന് കേൾക്കുക അസാധ്യമായ കാര്യം തന്നെയാണ്. അത് സ്വന്തം ജീവൻ കൊടുത്താൽ പോലും ഇവർ അത് അംഗീകരിക്കുകയില്ല. എന്തിനേറെ പറയുന്നു, കൊച്ചുകുട്ടികളുടെ വിജയത്തെ പോലും അംഗീകരിക്കാത്തവർ, ആ വിജയത്തിൽ ഒരു അഭിനന്ദനങ്ങൾ പോലും അറിയിക്കാൻ മനസ്സില്ലാത്തവർ. അവർക്കതിന് ഒരിക്കലും സാധിക്കുകയില്ല. സ്വന്തം കാര്യത്തിന് മാത്രം മുൻതൂക്കം നൽകും. മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം ഇവർ അടിച്ചമർത്തും. ഇവർ സ്വാർത്ഥരാണ്. ഇവരുടെ മനസ്സിൻ്റെ ഈയൊരു നിഗൂഢമായ പ്രവർത്തനങ്ങൾ ആർക്കും മനസ്സിലാവുകയുമില്ല. മനസ്സിലായവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുക എന്നത് പ്രയാസമാണ്. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നതും സൗഹൃദങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നതും ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ വിള്ളലുണ്ടാകുന്നതും ഇത്തരം ആളുകളെ കൊണ്ട് തന്നെയാണ്. ഇവർ ഇവരുടെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ സമീപിക്കും.
ഇവരുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവരെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അവരെ കൊണ്ട് കുറ്റങ്ങൾ പറഞ്ഞു നടക്കും. ഒരു കാലത്ത് തോളിൽ കൈയിട്ട് നടന്നവർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ചേർത്ത് നിർത്തിയവർ തന്നെയായിരിക്കും. മനസ്സിൽ കരുണയില്ലാത്ത ഇവർ തന്നെയാണ് പിന്നെ നമ്മെ കുത്തി നോവിക്കുന്നതും വാക്കുകൾ കൊണ്ട് നമ്മെ മുറിവേൽപ്പിക്കുന്നത് ഇവർ തന്നെയാണ്. ഇത്തരം ആളുകൾക്ക് നമ്മെ വേദനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ വികൃതമായ മുഖം മറ്റൊരാളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. കാരണം അത്രയേറെ കൃത്യമായി അഭിനയിക്കുന്നവരാണിവർ. ഇവരുടെ അഭിനയത്തിന് മുന്നിൽ ആരായാലും മുട്ടുകുത്തിപ്പോഴും. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് പിടികിട്ടുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഇവർ അത്തരത്തിൽ പെട്ടെന്ന് പിടികൊടുക്കുന്ന ആളുമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരല്ല, നിങ്ങൾ വിജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുമല്ല. കൂടുതൽ ആളുകളും നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അത് സ്വന്തം ഭവനത്തിലുള്ള ആളുകളായാലും, നമ്മുടെ സൗഹൃദത്തിലായാലും, ബിസിനസ് പാർട്ട്ണർഷിപ്പിലായാലും, നമ്മുടെ സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളായാലും ആരു തന്നെ ആയിക്കോട്ടെ, ഇത്തരം ആളുകൾ നമുക്കിടയിൽ ധാരാളമുണ്ട്. ആ ഒരു ചിന്തയോടുകൂടി ആയിരിക്കണം, ആ ഒരു ബോധ്യത്തിൽ നാം പ്രവർത്തിക്കുക. ഇത്തരം ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും ധാരാളം നെഗറ്റീവ് എനർജി രൂപപ്പെടും. അല്ലെങ്കിൽ ചില ആളുകൾ നമുക്കെതിരെ നെഗറ്റീവ് ഊർജ്ജത്തെ പ്രയോഗിക്കും. ഇത് നമ്മുടെ ജീവിതത്തെ താറുമാറാക്കും. നമ്മുടെ ഭവനങ്ങളിൽ എന്നും കലഹമായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ സമാധാന അന്തരീക്ഷം തകരും. അതുകൊണ്ട് തന്നെ നാം ഇത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കാണണം. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ എല്ലാവരെയും പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോവാതിരിക്കുക. നമുക്ക് എതിരെ തിരിയുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇത്തരം വ്യക്തികളെ കൊണ്ട് ജീവിതം താറുമാറായ നരകതുല്യമായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത്, ഇവരോട് എന്ത് ചെയ്യാൻ? നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഇതുവരെ ജീവിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്. നിങ്ങൾ അവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിങ്ങൾ അവരെക്കുറിച്ച് ഒരു തെറ്റായ വാക്കുപോലും ഉച്ചരിച്ചിട്ടില്ല. അവരെ യാതൊരു വിധത്തിലും വേദനിപ്പിച്ചിട്ടുമില്ല. പക്ഷേ ഇവരുടെ സ്വഭാവം അങ്ങനെയാണ്. ഇവർക്ക് മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുവാനോ ഇവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിജയിച്ചു കാണുവാനോ ഒട്ടും ആഗ്രഹമില്ലാത്തവർ തന്നെയാണ്. ഇവർ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളുടെ വിജയത്തിൽ തടയിടുന്ന ഇത്തരം ആളുകളെ നിങ്ങൾ മാറ്റി നിർത്തുക. അവരിൽ നിന്ന് അകലം പാലിക്കുക. നാം ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാനും ചില വ്യക്തികളെക്കുറിച്ച് മനസ്സിൽ കൃത്യമായ ബോധ്യം ഉണ്ടാകും. ആ വ്യക്തികളെ നിങ്ങൾ പ്രപഞ്ചശക്തിക്ക് വിട്ടു നൽകുക. നിങ്ങൾക്ക് സാധ്യമാവുന്ന സമയങ്ങളെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആ ശക്തിയോട് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തുറന്നു പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തുറന്നു പറയാൻ പറ്റിയ, വിശ്വസിക്കാൻ പറ്റിയ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ നിങ്ങളെ സഹായിക്കുന്ന ആ ശക്തിയെ തുടർന്നും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ എല്ലാ വീഴ്ചയിലും ഈ പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിങ്ങളുടെ നിസ്വാർത്ഥതയും എല്ലാം ഈ പ്രപഞ്ചം നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കാത്ത, നിങ്ങളുടെ വിജയം ആഗ്രഹിക്കാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾ തീർച്ചയായും അകലം പാലിക്കണം. സാധ്യമാവുകയാണെങ്കിൽ അവരിൽ നിന്ന് മാറി താമസിക്കുന്നത് ഏറ്റവും ഉചിതമായ കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ തകർച്ച നിത്യേന ആഗ്രഹിക്കുന്ന ഒരാളോടൊപ്പമുള്ള ജീവിതം നമ്മെ നാശത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. നാം കൂടുതലും നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കുന്നതും നമുക്ക് പോസിറ്റീവ് ഊർജ്ജം ലഭിക്കുന്നതുമായ സ്ഥലം കണ്ടെത്തുക. കൂടാതെ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ആരാധനാലയങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത് പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞ സ്ഥലമായിരിക്കും. വാസ്തുപ്രകാരം അവിടെ പോസിറ്റീവ് ഊർജ്ജത്തിൻ്റെ കലവറ തന്നെയായിരിക്കും. അത്തരം ഇടങ്ങളിൽ നാം സമയം ചെലവഴിക്കുന്നത് നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും കടന്നു വരുന്നതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സാധ്യമാകുന്ന സമയങ്ങളിൽ തൊട്ടടുത്തുള്ള ആരാധനാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. ഇത്തരം ശക്തിയേറിയ പൂജകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും കൊണ്ടുവരും. കൂടാതെ ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്താൽ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അതൊരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലും ഉണ്ടാവാം. അത്തരം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതോടെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിച്ചേക്കാം. നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനവും നിഷ്കളങ്കമായ മനസ്സും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും തുടർന്നും ചെയ്യുക.
നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കണ്ണുനീരിന് കാരണമാവരുത്. നിങ്ങളുടെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രവർത്തിക്കുവാനോ അവരെ ദ്രോഹിക്കുവാനോ പാടുള്ളതല്ല. അവരിൽ നിന്ന് മാറി നിൽക്കുക, അവരെ മാറ്റി നിർത്തുക. അത്രമാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം പ്രപഞ്ചം നോക്കിക്കൊള്ളും. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ ഈ പ്രപഞ്ചം കൈകാര്യം ചെയ്തുകൊള്ളും. നിങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കാതിരിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങളുടെ വിജയത്തിനായി ചെലവഴിക്കുക. നിങ്ങൾ ഓർക്കേണ്ടത് ഒന്നു മാത്രം: കാലത്തിന് ഒരു കണക്ക് പുസ്തകമുണ്ട്. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോവുകയില്ല. നിങ്ങളെ വേദനിപ്പിച്ചവരോട് കാലം എണ്ണി എണ്ണി കണക്ക് ചോദിക്കും. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു വീഡിയോന് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ പ്രചോദനവും സന്തോഷവും. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.